എല്ലാ കൂട്ടുകാർക്കും ശുഭദിനം നടന്നുണ്ട്. നമുക്ക് ബാലിന്റെയും ഗോമതിയുടെയും ഇന്നത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ. അതിനു മുമ്പായിട്ട് ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒരു ലൈക്ക് തരാനും മറക്കരുത് കേട്ടോ. അപ്പൊ നമുക്ക് നേരെ നമ്മുടെ വിശേഷത്തിലേക്ക് പോയാലോ. അങ്ങനെ ഇന്നത്തെ വിശേഷത്തില് മിത്രയുടെ അരിയിലേക്ക് ആര്യം ചെല്ലുവാണ്. ആര്യം ചെന്നിട്ട് ചോദിച്ചു, ഇപ്പൊ സന്തോഷമായെന്ന് ചോദിക്കുക. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും മിത്ര ചോദിച്ചു, എന്താ ആര്യ അങ്ങനെ പറയണെന്ന് ചോദിക്കുക. ഇത് കേട്ട് കഴിഞ്ഞപ്പോ ആര്യം പറഞ്ഞു, അല്ല നിങ്ങൾക്ക് ആർക്കും പോവാനായിട്ട് താല്പര്യം ഇല്ലായിരുന്നല്ലോ, അവസാനം ഞങ്ങൾ നിർബന്ധിച്ചതിന് ശേഷമല്ലേ വരാന്ന് തന്നെ സമ്മതിച്ചെന്ന് ചോദിക്കുക. ഇത് കേട്ടപ്പോ മിത്ര പറഞ്ഞു, അങ്ങനെ പറയരുത്, ഞാൻ അങ്ങനെ ഒന്നും ഉദ്ദേശിച്ചില്ല എന്ന് പറയണം. കാരണം അവരുടെ ഒരു ഹണിമൂൺ യാത്രയാണ്. ആ യാത്രക്കിടെ നമ്മൾ തടസ്സമാവണ്ടല്ലോ എന്ന് കരുതിയിട്ടാണ് പിന്നെ വരണ്ടെന്നൊക്കെ വെച്ചത്. അതിനകത്ത് ഇപ്പൊ ആര്യന് അതിൻ്റെ അകത്ത് വേറൊരു അർത്ഥമൊന്നും എടുക്കേണ്ട കാര്യമില്ലെന്ന് പറയണം. പിന്നെ അത് മാത്രമല്ലല്ലോ, ഇവിടെ മീനാക്ഷി ചേച്ചിയുടെ അച്ഛൻ അത്ര പെട്ടെന്നായി കഴിഞ്ഞപ്പോൾ നമ്മളാരും വിചാരിച്ച കാര്യമൊന്നുമല്ലോ, അതുകൊണ്ടാണ് ഈ യാത്ര തന്നെ വേണ്ടെന്ന് വെച്ചതെന്ന് പറയണം. അതിന് നമ്മൾ പോയില്ലെന്ന് ഓർത്തുകൊണ്ട് അവർക്ക് പോകുന്നൊരു കുഴപ്പമൊന്നും ഇല്ലായിരുന്നല്ലോ എന്ന് പറയണം. ഇത് കേട്ടപ്പം ആര്യം പറഞ്ഞു, അത് പിന്നെ ആനന്ദേട്ടൻ നമ്മളില്ലാതെ പോവോന്ന് ചോദിക്കുക. പെട്ടെന്ന് മിത്ര പറഞ്ഞു, അത് ശരിയാ, ആനന്ദേട്ടൻ അങ്ങനെയൊന്നും പോകുന്നില്ല, പക്ഷെ മീനാക്ഷിയുടെ അടുത്തൊരു കാര്യമൊന്നും ഓർത്തു നോക്കി, പാവം എന്ന് പറയണം. അപ്പോഴേക്കും ആര്യം പറഞ്ഞു, അത് ശരിയാ, ഇത്രയും കാലം പിണങ്ങി കഴിഞ്ഞല്ലേ, പെട്ടെന്നൊരു ദിവസം ഇങ്ങനെ ആയിക്കഴിഞ്ഞപ്പോഴത്തേനും മീനാക്ഷി അടുത്തേക്ക് സഹിക്കാൻ പറ്റിയിട്ടുണ്ടാവില്ലെന്ന് പറയണം. ഈ സമയം മിത്ര പറഞ്ഞു, അത് ശരിയാ, ഞാനും മീനാക്ഷി അടുത്തി ഒരേ തൂവൽ പക്ഷികളെ പോലെയാന്ന് പറയണം. കാരണം ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഒരേ ഇതാ. ഇപ്പൊ ഈ ഇങ്ങനെ ഒളിച്ചോടിപ്പോയി വിവാഹം കഴിക്കുന്ന എല്ലാവരുടെ അവസ്ഥ ഇങ്ങനെയാ. ഒരു പക്ഷേങ്കിൽ വീട്ടിൽ ആർക്കെങ്കിലും എന്തെങ്കിലുമൊക്കെ അസുഖങ്ങളും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ, ഇങ്ങനെ എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് തരണം ചെയ്ത് മുന്നോട്ട് പോകാനായിട്ട് ആദ്യം കുറച്ച് പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ആയിരിക്കും എന്ന് പറയണം. ഇത് കേട്ടപ്പം ആര്യം പറഞ്ഞു, അതെ നിന്റെ കാര്യത്തിൽ ഇത്തിരി വ്യത്യാസം ഉണ്ടെന്ന് പറയാം, നിനക്കൊന്നുമല്ലേലും ഡെയിലി വീട്ടുകാരെ കാണാനെങ്കിലും പറ്റുന്നുണ്ടല്ലോ. പക്ഷെ മീനാക്ഷി അടുത്തിട്ട് കാര്യം അങ്ങനെയല്ല, മീനാക്ഷി അടുത്തേക്കാണെങ്കിൽ കാണാൻ പോലും പറ്റുന്നില്ലായിരുന്നല്ലോ എന്ന് പറയാം. മിത്ര പറഞ്ഞു, അത് ശരിയാ, മീനാക്ഷി അടുത്ത് പുറമേ ഒന്നും കാണിക്കുന്നൊന്നും ഇല്ലാന്നുള്ളൂ, പക്ഷെ ഉള്ളിൽ നല്ല സങ്കടം ഉണ്ടായിരുന്നു, വീട്ടുകാരെ കാണാത്തതിൻ്റെതായ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടായിരുന്നു പറയണം. പിന്നീട് ആര്യം പറഞ്ഞു, മീനാക്ഷി അടുത്തിനെ ഒന്ന് വിളിച്ചു നോക്ക്, നീയാ എന്താ എങ്ങനെയാന്നും അറിയത്തില്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങോട്ടേക്ക് പോവുകയാണ്. ഈ സമയം മിത്ര ഓർത്തു, ശ്രീദേവി അടുത്തൊരു കാര്യം ഇച്ചിരി വലിയ കഷ്ടത്തിലാണ്. കാരണം ഒത്തിരിയധികം പ്രതീക്ഷിച്ചിരുന്ന ഹണിമൂൺ ട്രിപ്പ് പോകാമെന്ന് ഓർത്തിട്ട്, പക്ഷെ ആ ട്രിപ്പ് പോകാനൊന്നും പറ്റിയില്ല. അതിന്റെ വിഷമമൊക്കെ ആൾക്ക് കാണുമായിരിക്കും. ഒന്ന് ചെന്ന് നോക്കാന്ന് ഓർത്തിട്ട് മുറിയിലേക്ക് ചെല്ലുവാണ്. ഈ സമയം ശ്രീദേവി ഫോണിലൊക്കെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ മിത്ര അങ്ങോട്ടേക്ക് ചെന്നു. മിത്ര ചെന്ന് കഴിഞ്ഞപ്പോഴത്തേനും ശ്രീദേവി എഴുന്നേറ്റു. ശ്രീദേവിനെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും മിത്ര ചോദിച്ചു, അല്ല ശ്രീദേവി അടുത്തേക്ക് വിഷമമായിന്ന് ചോദിക്കുക. എന്തിന്? അല്ല യാത്ര മുടങ്ങിയല്ലോ, അപ്പൊ അതുകൊണ്ട്. സാധാരണ ആർക്കാളുടെ സങ്കടം തോന്നും, നല്ല പ്രതീക്ഷിച്ചിരുന്നൊരു ഹണിമൂൺ ട്രിപ്പ് അല്ലേ, അത് മുടങ്ങിയതിന്റെ ഒരു വിഷമം കാണും, അതുകൊണ്ട് ഞാൻ ചോദിച്ചാന്ന് പറയണം. ഇത് കേട്ടപ്പോ ശ്രീദേവി പറഞ്ഞു, ഏയ് അതൊന്നും കുഴപ്പമില്ല മിത്രേ, ഇതൊക്കെ സർവ്വസാധാരണമായിട്ടല്ലേ, അപ്പൊ അസുഖം വരും നമ്മളോട് ആരും പറഞ്ഞിട്ടൊന്നും അല്ലല്ലോ, എപ്പോഴേ സമയത്ത് ആർക്ക് അസുഖം വേണമെന്ന് പറയാൻ പറ്റില്ലോ. പിന്നെ മീനാക്ഷിയുടെ അച്ഛന് അസുഖം വന്നേ മീനാക്ഷിക്ക് സഹിക്കാൻ പറ്റുന്ന കാര്യമാണോ എന്നൊക്കെ പറയാണ്. ഇത് കേട്ടപ്പോൾ മിത്ര, അത് ശരിയാ, മീനാക്ഷി അടുത്തേക്ക് സഹിക്കാൻ പറ്റില്ല. ഒരു പക്ഷെ ശ്രീദേവി അടുത്തേക്ക് നല്ല മനസ്സായതുകൊണ്ടാണ് ശ്രീദേവി അടുത്തേക്ക് ഇങ്ങനെയൊക്കെ ചിന്തിക്കാൻ പോലും പറ്റണേന്ന് പറയാണ്. അല്ലെങ്കിൽ വേറെ ആരാണെങ്കിലും ഈ സമയത്ത് നല്ല ദേഷ്യം ഉണ്ടായിരുന്നു പറയാണ്. പിന്നീട് അവരിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് മീനാക്ഷി മിത്രയുടെ ഫോണിലേക്ക് വിളിക്കുന്നത്. ഈ സമയത്ത് മിത്ര പറഞ്ഞു, അയ്യോ ഇത് മീനാക്ഷി ചേച്ചി വിളിക്കുന്നുണ്ട്, എടുക്കട്ടെ എന്ന് പറഞ്ഞ് കോൾ എടുക്കുവാണ്. പിന്നീട് ചോദിച്ചു, എങ്ങനെയുണ്ട് മീനാക്ഷി, അച്ഛൻ എങ്ങനെയുണ്ടെന്ന് ചോദിക്കുകയാണ്. ഒന്നും പറയാറായിട്ടില്ല, കുറച്ച് ടെസ്റ്റുകളും കാര്യങ്ങളും ഒക്കെ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്, അതൊക്കെ ചെയ്യാൻ കൊടുത്തിരിക്കുവാന്ന് പറയണം. ഇത് കേട്ടോ മിത്ര പറഞ്ഞു, സാരമില്ല, വിഷമിക്കൊന്നും വേണ്ട കേട്ടോ, ധൈര്യമായിട്ടിരിക്കുക, എന്തിനും ഏതിനും ഞങ്ങളെല്ലാവരും ഒപ്പം ഉണ്ടെന്നൊക്കെ പറയുകയാണ്. അങ്ങനെ പറഞ്ഞ് സമാധാനിപ്പിക്കുകയാണ്. ഈ സമയം മീനാക്ഷി പറഞ്ഞു, എനിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല, വല്ലാത്ത സങ്കടം തോന്നുവാന്ന് പറയണം. സാരമില്ല, വിഷമിക്കാതിരിക്കാനൊക്കെ പറഞ്ഞ് ആശ്വസിപ്പിക്കുവാണ്. ഈ സമയത്ത് ശ്രീദേവി പറഞ്ഞു, ആ ഫോണിൽ ഞാൻ സംസാരിക്കാന്ന് പറയണം. അപ്പോഴേക്കും മീനാക്ഷി അടുത്തേക്ക് നേഴ്സ് വന്നിട്ട് ചില കാര്യങ്ങളൊക്കെ ചോദിക്കണം. പെട്ടെന്ന് മീനാക്ഷി കോള് കട്ട് ചെയ്തു. ശ്രീദേവിയുടെ കയ്യിലേക്ക് ഫോൺ മിത്ര കൊടുത്തായിരുന്നു. അങ്ങനെ ശ്രീദേവി ഫോൺ വിളിച്ചിട്ട് ഹലോ ഹലോ എന്ന് പറഞ്ഞു. പക്ഷെ ഹലോ ഹലോ എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേന് അങ്ങനത്തേക്ക് കോള് കട്ടായി പോയിട്ടുണ്ടായിരുന്നു. അപ്പം ശ്രീദേവിക്ക് ആകെപ്പെട്ടൊരു വിഷമം. ശ്രീദേവി പെട്ടെന്ന് മിത്രയോട് പറഞ്ഞു, അതെ കോള് കട്ടായെന്ന് പറയണേ. കോള് കട്ടായോ? ഒരു പക്ഷേങ്കിൽ അവിടെ എന്തെങ്കിലും അർജന്റ് ഉണ്ടായി കാണുമെന്ന് പറയണേ. ഞാൻ ഒന്നുകൂടെ വിളിക്കാന്ന് പറയണേ. വേണ്ട എന്ന് പറയുകയാണ് ശ്രീദേവിക്ക് ഭയങ്കര ഒരു ബുദ്ധിമുട്ട്. ഇനിയിപ്പൊ താന് കൊടുത്ത് സംസാരിക്കാൻ തുടങ്ങിയതുകൊണ്ടാണ് മീനാക്ഷി മനഃപൂർവ്വം കോള് കട്ട് ചെയ്തേ എന്നൊരു ചിന്തയൊക്കെ മനസ്സിലേക്ക് വരുന്നുണ്ട്. പിന്നീട് മിത്ര പറഞ്ഞു, അത് സാരമില്ല ശ്രീദേവി അടുത്ത് ഒന്നുകൂടെ വിളിക്കാന്ന് പറയണേ. വേണ്ട മിത്രേ, അതിന്റെ ആവശ്യമൊന്നും ഇല്ലാന്ന് പറയണം. ഈ സമയം നേഴ്സ് വന്ന കുറച്ച് മെഡിസിനും കാര്യങ്ങളൊക്കെ ആയിരുന്നു
മീനാക്ഷിയോട് പറഞ്ഞ് അങ്ങനെ അവരങ്ങോട്ടേക്ക് പോയി കഴിഞ്ഞപ്പോഴത്തേനും ആകെപ്പാടെ വിഷമിച്ച് അമ്മ ശാന്തി നിൽക്കുവാണ്. അപ്പോൾ അമ്മയുടെ അടുത്ത് നിന്നിട്ട് പറഞ്ഞ് സാരമില്ല അമ്മേ, അമ്മ വിഷമിക്കേണ്ട കാര്യമൊന്നുമില്ലെന്നും പറഞ്ഞുകൊണ്ട് മീനാക്ഷി ആശ്വസിപ്പിക്കുകയാണ്. ഗോമതിയും പറഞ്ഞ് ശരിയാ, എന്തിനാ ഇങ്ങനെ ടെൻഷൻ അടിക്കണേ, ടെൻഷൻ അടിക്കേണ്ട കാര്യമൊന്നുമില്ലെന്ന് പറയണം. ആ സമയത്താണ് ആകാശ് 3 പേർക്കുള്ള ചായയൊക്കെ വാങ്ങിച്ചുകൊണ്ട് വന്നേ. പക്ഷേ എങ്കിൽ ശാന്തി അത് കുടിക്കാണ്ട് തയ്യാറായില്ല. ശാന്തി പറഞ്ഞ് എനിക്ക് വേണ്ടാന്ന് പറയണേ. അപ്പോഴേക്കും ഗോമതി പറഞ്ഞ് ഇങ്ങനെ പറഞ്ഞ് എങ്ങനെ ശരിയാവുന്നേ, കുടിക്കാതിരിക്കരുത്, ദേ ചായ കുടിക്കൂ കേട്ടോ. ഈ സമയം ആകാശ് പറഞ്ഞു ശരിയാ, ഒന്നും കഴിച്ചു പോലും ഇല്ലോ, ഫുഡ് കഴിക്കാൻ പറഞ്ഞിട്ട് ഫുഡ് പോലും കഴിച്ചിട്ടില്ല. അമ്മ ഇങ്ങനെ പട്ടിണി ഇരുന്നിട്ടുണ്ടെങ്കിൽ എങ്ങനെ കാര്യങ്ങളൊക്കെ ശരിയാവുന്നേ. അമ്മ ഫുഡും കഴിച്ചിട്ടില്ല, ഈ ചായ എങ്കിലും കുടിക്കാനൊക്കെ പറയണം. ആ സമയം ശാന്തി പറഞ്ഞു എനിക്ക് ഇറങ്ങത്തില്ല, അത് പറഞ്ഞിട്ട് കാര്യമില്ലെന്ന് പറഞ്ഞു ഒരു വിധത്തിൽ നിർബന്ധിച്ച് കുടിപ്പിക്കുകയാണ്. പിന്നീട് മീനാക്ഷി പറഞ്ഞു ടെസ്റ്റുകളുടെ കാര്യമൊക്കെ പറഞ്ഞിട്ടുണ്ടല്ലോ, അപ്പോൾ അതുകൊണ്ട് ടെസ്റ്റുകളൊക്കെ ചെയ്ത് കഴിയുമ്പോഴത്തേനും ഡോക്ടർ എന്താ പറയണേന്ന് നോക്കട്ടെ എന്ന് പറയാണ്. എനിക്ക് അച്ഛനെ ഒന്ന് കാണണം തോന്നുക മോളേന്ന് പറയാണ്. അമ്മ സമാധാനിക്ക്, നമുക്ക് കാണാലോ, സമയമുണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ ഒരു വിധത്തിൽ ആശ്വസിപ്പിച്ച് നിർത്തുവാണ്. ഈ സമയത്ത് പിന്നീട് കാണിക്കുന്ന ആകെപ്പാടെ ടെൻഷനോട് കൂടിയിട്ട് ശ്രീദേവി മുറിയിലെങ്ങും തിരയുമാണ്. മുറിയിലൊന്നും നോട്ട് കാണുന്നില്ല. അവസാനം അലമാരിക്കകത്തേക്ക് നോക്കി, അലമാരിക്കകത്ത് ഓരോ ഡ്രസ്സും വലിച്ച് പുറത്തേക്ക് എടുത്തിടുവാണ്. അങ്ങനെ എല്ലാ ഡ്രസ്സുകളും വാരി വലിച്ച് അലമാരിക്കകത്ത് സാരി എല്ലാം എടുത്ത് ഇടുവാണ്. സാരി എല്ലാം എടുത്തിട്ടിട്ട് ഒന്നും കാണുന്നില്ല. ഇത് എവിടെ പോയി എന്നൊക്കെ ചിന്തിക്കുകയാണ്. ഒന്നും അങ്ങോട്ട് മനസ്സിലാവുന്നില്ല. കുറെ സമയം തെരച്ചിൽ തുടങ്ങിയിട്ട് എന്റെ ഭഗവാനെ ആകെപ്പെട്ട പെട്ടുപോയല്ലോ എന്നോർത്തുകൊണ്ട് പെട്ടെന്ന് തന്നെ ശ്രീകലനെ വിളിക്കുകയാണ്. ശ്രീകല ചോദിച്ചു എന്താ മോളെ, എന്താ വിളിച്ചെന്ന് ചോദിക്കുക. അമ്മ ഒരു പ്രശ്നമുണ്ട്. എന്താ അമ്മ, നെക്ലേസ് കാണാനില്ല. നെക്ലേസോ? അതേമ്മ ഞാനിവിടെ ഊരി വെച്ച അതിപ്പോ കാണുന്നില്ലെന്ന് പറയണ. എന്റെ ദൈവമേ, ഇനി എവിടെ പോയി അമ്മേ? അവരുടെ എങ്ങാനും കൈ കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് വല്ലാത്ത പ്രശ്നമാവും. അതെങ്ങാനും മുക്കുവണ്ട വന്ന് തെളിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ അതോടുകൂടി തീർന്നു പറയാം. എന്റെ മോളെ, നീ ഇത് ഇതുപോലെ മരമണ്ടിയായി പോയല്ലോ, നിനക്ക് ഇത്ര സൂക്ഷ്മതയും കാര്യങ്ങളൊന്നും ഇല്ലേ? നീ ഇത് എന്ത് ഭാവിച്ചാന്ന് ചോദിക്കുകയാണ്. അമ്മേ, ഞാൻ അങ്ങനെ ഒന്നും പ്രതീക്ഷിച്ചില്ലമ്മേ എന്ന് പറയണം. ഒന്നും പ്രതീക്ഷിച്ചില്ല പോലും, എന്റെ വായിനൊന്നും കേക്കലെന്ന് പറയണ. ഈ സമയം ശ്രീദേവി പറഞ്ഞു അമ്മയ്ക്ക് ഇത് പറയാം, ഞാൻ അതിനേക്കാളും വലിയ ടെൻഷനാ, എന്റെ ടെൻഷൻ എനിക്കെല്ലാം അറിയുള്ളൂ എന്ന് ചോദിക്കണം. സാരമില്ല, നീ സമാധാനിക്കാൻ പറയണം. ശ്രീദേവി പറഞ്ഞു ഒരു കാര്യം ചെയ്യാം, ഈ സമയം ഇത് ആയുധമാക്കി മാറ്റിയെടുക്കാം. കാരണം സ്വർണമെല്ലാം എനിക്ക് എന്റെ കയ്യിലേക്ക് കിട്ടാനായിട്ട് ഇത് ഏറ്റവും നല്ല സമയമാണ്. കാരണം ഇത് മോഷണം പോയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് സ്വർണ്ണമാണെന്നുള്ള രീതിയിൽ തന്നെ ഞാനിവിടെ സംസാരിക്കാൻ നെക്ലേസ്, അങ്ങനെ അത് മോഷണം പോയെന്നുള്ള രീതിയിൽ പറഞ്ഞിട്ട് ബാക്കി സ്വർണ്ണങ്ങളെല്ലാം ഞാനിവിടുന്ന് വാങ്ങിച്ചെടുക്കാന്ന് പറയാണ്. അങ്ങനെയാണെങ്കിൽ അമ്മയുടെ കയ്യിൽ എനിക്ക് കൊണ്ടു തരാൻ പറ്റൂല്ലോ എന്നൊക്കെ പറയാണ്. ഇത് കേട്ടതും ശ്രീകല പറഞ്ഞു അതൊക്കെ ശരി തന്നെയാ എന്ന് പറഞ്ഞിട്ട് കുറെ കാര്യങ്ങളും കൂടി ഉപദേശിക്കുന്നുണ്ട്. എന്ത് ചെയ്യണം, എങ്ങനെ ചെയ്യണം എന്നൊക്കെ എല്ലാം കേട്ടുകഴിഞ്ഞപ്പം ശ്രീദേവിക്ക് സമാധാനമായി, കുഴപ്പമില്ല. പിന്നീട് ശ്രീദേവി അവിടെ കിടന്ന് മിത്രേനെ വിളിക്കുകയാണ്. മിത്ര ഇങ്ങോട്ട് ഓടി വരാൻ പറയാണ്. അപ്പോഴേക്കും മിത്ര ഓടി വന്ന് എന്താ എടുത്തിന്ന് ചോദിക്കുകയാണ്. അത് പിന്നെ എന്റെ ഒരു നെക്ലേഴ്സ് കാണുന്നില്ലെന്ന് പറയണേ. നെക്ലേഴ്സോ? അതെവിടെ പോവാനാ, ഇവിടെ എവിടെയെങ്കിലും കാണും, ഒന്ന് നോക്കാൻ പറയണേ. ഇല്ലാന്നേ, ഞാൻ ഇവിടെ എല്ലാം നോക്കി കാണുന്നില്ല. അല്ല സ്വർണ്ണമാണോന്ന് ചോദിക്കണം. അതേ സ്വർണ്ണ, 10-15 പവനുണ്ടെന്ന് പറയണേ. 15 പവനോ? കണ്ണ് തള്ളിപ്പോയി മിത്രോട് ദൈവമേ ഇത് പിന്നെ എവിടെ പോവാനാ, ഞാൻ ഇവിടെയൊക്കെ നോക്കി ഒരിടത്തും കാണുന്നില്ല, ഒന്നുകൂടെ ഞാൻ നോക്കാം എന്നും പറഞ്ഞുകൊണ്ട് അങ്ങനെ അവരോട് മൊത്തം തിരയുവാണ്. പക്ഷെ ഒരിടത്തും കണ്ടില്ല. ഈ സമയം ഡോക്ടറുടെ ക്യാബിനിലേക്ക് വിളിപ്പിക്കുവാണ്. രവിയുടെ വീട്ടുകാരെയൊക്കെ വിളിപ്പിക്കുവാണ്. ആ സമയത്ത് ആകാശ് പറഞ്ഞു ഒരു കാര്യം ചെയ്യുക, ഞാനിവിടെ വരാമെന്ന് പറയണം മീനാക്ഷിയുടെ. അവസാനം എല്ലാവരും കൂടെ അങ്ങോട്ട് കയറി. മീനാക്ഷിയും ആകാശും ശാന്തിയും ഗോമതി എല്ലാവരും കൂടെ അങ്ങ് ഡോക്ടറുടെ ക്യാബിലേക്ക് കയറുവാണ്. അങ്ങനെ ക്യാബിലേക്ക് കയറി കഴിഞ്ഞപ്പോൾ ആകെപ്പാട് ടെൻഷനോട് കൂടിയിട്ടാ മീനാക്ഷിയും ശാന്തിയൊക്കെ നിൽക്കുന്നത്. പിന്നീട് ഡോക്ടറുടെ കാര്യങ്ങളൊക്കെ തിരക്കി കഴിയുമ്പോഴത്തേനും ഡോക്ടർ പേടിക്കാനുള്ള കാര്യമൊന്നും ഇല്ലെന്ന് പറയാണ്. അതിനുശേഷം പറഞ്ഞ് ഇതൊരു കാർഡിയാക് അറ്റാക്കാന്ന് പറയണേ. ഇത് കേട്ടതും മീനാക്ഷിയും ശാന്തി എല്ലാവരും ഒന്ന് ഒരു നിമിഷം ഞെട്ടിപ്പോയി. അപ്പം എന്ത് ചെയ്യണമെന്നറിയത്തില്ലാത്തൊരവസ്ഥയായിപ്പോയി മീനാക്ഷി പെട്ടെന്ന് വെച്ചു ഡോക്ടറെ സീരിയസ് ആയിട്ട് പേടിക്കാനൊന്നുമില്ല, ആദ്യത്തെ ഇതായതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല, പിന്നെ ഒരു ബ്ലോക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്, അത് ആൻജിയോപ്ലാസ്റ്റി ചെയ്താൽ മതി, ശരിയാകൂന്ന് പറയണം. ഇതും കൂടെ കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും മീനാക്ഷിയുടെ അമ്മയ്ക്ക് ഭയങ്കര സങ്കടമായി. മീനാക്ഷി അമ്മ കരയുവാണ്. കരയേണ്ട കാര്യമൊന്നുമില്ല, ധൈര്യമായിട്ടിരിക്കുക, അത് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുഴപ്പമൊന്നുമില്ല എന്ന് പറയണ. ഇത് കേട്ടപ്പം മീനാക്ഷി പറഞ്ഞു അല്ല ഡോക്ടർ, അത് പിന്നെ എന്താ ഇത്ര ടെൻഷൻ അടിക്കേണ്ട കാര്യമൊന്നുമില്ല, എന്തിനാ ടെൻഷൻ അടിക്കണേ, അത് ഇന്നത്തെ കാലത്തൊക്കെ സർവ്വസാധാരണമായിട്ട് ചെയ്യുന്നതല്ലേ, ഒരു കുഴല് അത് പതുക്കെ ഞമ്മൾക്ക് കയറ്റി വിടുന്നുള്ളൂ, അത്രയ്ക്ക് ഇതുള്ളൂ എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ സമാധാനിപ്പിക്കുവാണ്. ഈ സമയം എന്ത് ചെയ്യണം എന്നറിയത്തില്ലാത്തൊരവസ്ഥയായിപ്പോയി
അവർക്ക്. കാരണം ഇതിപ്പം ചെയ്യണമെങ്കിൽ രവീന്ദ്രനോട് പറയുകയും വേണം. പിന്നീട് ഡോക്ടർ ചോദിച്ചു, നിങ്ങൾ തന്നെ കാര്യങ്ങളൊക്കെ തീരുമാനിക്കുക പറഞ്ഞു. അച്ഛനോടും കൂടെ ഒന്ന് ചോദിച്ചിട്ട് എങ്ങനെയെന്നൊക്കെ ചോദിച്ചിട്ട് പറയാമെന്ന് പറയാണ്. കാരണം രവീന്ദ്രനോട് ചോദിക്കണം, കാര്യങ്ങളൊക്കെ ചെയ്യണോ വേണ്ടോ ആലോചിച്ചിട്ട് തീരുമാനിച്ചിട്ട് പറയാമെന്നും പറഞ്ഞുകൊണ്ട് അവരങ്ങനെ പുറത്തേക്ക് ഇറങ്ങുവാണ്. ഇറങ്ങി കഴിയുമ്പോഴത്തേനും മീനാക്ഷിക്ക് ആ പാട് ടെൻഷനായിപ്പോയി. പിന്നീട് ഡോക്ടറോട് ചോദിച്ചു, ഞങ്ങളൊന്ന് കയറി കണ്ടോട്ടെ എന്ന് ചോദിക്കുകയാണ് അച്ഛനെ. കണ്ടോളാൻ പറയാണ്. അങ്ങനെ അവരെല്ലാവരും കൂടെ പിന്നീട് രവീന്ദ്രനെ കാണാനായിട്ട് കയറുവാണ്. അങ്ങനെ രവീന്ദ്രനെ കാണാൻ ചെന്നപ്പോഴത്തേനും രവീന്ദ്രൻ കണ്ണടച്ച് കിടക്കുവാണ്. ആ സമയം ശാന്തി വിളിച്ചു, രവിയേട്ടാന്ന് വിളിക്കുവാണ്. വിളിച്ചു കഴിയുമ്പോഴത്തേനും കണ്ണു തുറന്ന് ചുറ്റും നോക്കുവാണ്. ചുറ്റും നോക്കി മീനാക്ഷിനെ അവരെല്ലാം കണ്ടു. മീനാക്ഷി പെട്ടെന്ന് അച്ഛാന്ന് വിളിക്കുവാണ്. ഇങ്ങനെ ഈ സമയം രവീന്ദ്രൻ ചോദിച്ചു, എല്ലാവരും എന്താ ഞാൻ മരിച്ചെന്ന് കരുതിയോന്ന് ചോദിക്കുക. പെട്ടെന്ന് തന്നെ ശാന്തി ചോദിച്ചു, എന്താ രവിയേട്ട ഇങ്ങനെയൊക്കെ പറയണേ, ഇങ്ങനൊന്നും പറയരുത് കേട്ടോ, കുറച്ച് കഷ്ടമുണ്ട്, ഞങ്ങൾ അങ്ങനെയൊക്കെ വിചാരിക്കുമെന്ന് ചോദിക്കുകയാണ്. പിന്നീട് എനിക്ക് എന്താ സംഭവിച്ചതെന്നൊക്കെ രവീന്ദ്രൻ ചോദിക്കുകയാണ്. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും ശാന്തി ഒന്നും മിണ്ടിയില്ല. അപ്പോഴേക്കും പിന്നെ മീനാക്ഷി പറഞ്ഞു, അത് പിന്നെ അച്ഛന് ചെറിയൊരു അറ്റാക്കാന്ന് പറയണം, പറയാതിരുന്നിട്ട് കാര്യമില്ല, കാര്യങ്ങളൊക്കെ ചോദിച്ച് മനസ്സിലാക്കണമല്ലോ. കാരണം ഇതിന് സമ്മതമാണോ, ആൻജിയോപ്ലാസ്റ്റി ചെയ്യാൻ അച്ഛന് സമ്മതമാണെന്നൊക്കെ കാര്യങ്ങളൊക്കെ ചോദിക്കണമല്ലോ. അതുകൊണ്ടാണ് മീനാക്ഷി അങ്ങനെ പറയണേ. ഇത് കേട്ടതും ഒരു നിമിഷം രവീന്ദ്രൻ ഒന്നും മിണ്ടായിരുന്നു. ഈ സമയത്ത് മീനാക്ഷി പറഞ്ഞു, അച്ഛാ പേടിക്കേണ്ട കാര്യമൊന്നുമില്ല, ഒരു കൊള്ള കയറ്റിയിടുന്നുള്ളൂ, അതിന് അത്ര വലിയ പേടിക്കേണ്ട കാര്യമൊന്നും ഇല്ലെന്ന് പറഞ്ഞുകൊണ്ട് സമാധാനിപ്പിക്കുകയാണ്. നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യേണ്ടേ അച്ഛാന്നൊക്കെ ചോദിക്കുകയാണ്. അപ്പോഴേക്കും ആകാശ് പറഞ്ഞു, അച്ഛാ ഞാനൊരു കാര്യം പറയട്ടെ, അത് ചെയ്യാതിരിക്കരുത്, ചെയ്യണമെന്ന് പറയാണ്. ഞാനത് ഡോക്ടറോട് ചോദിച്ചു, വലിയ പ്രശ്നമുള്ള കാര്യമൊന്നുമില്ല, ഒരു 1-2 മണിക്കൂറത്തെ പ്രശ്നത്തിന്റെ കാര്യമുള്ളൂ, അത് ചെയ്യുന്നത് തന്നെ അച്ഛാ നല്ലത്, ചെയ്യാതിരിക്കരുതെന്ന് പറയാണ്. അപ്പോഴേക്കും ഗോമതി പറഞ്ഞു, അതെ പേടിക്കൊന്നും വേണ്ട, എന്തിനും ഏതിനും ഞങ്ങൾ കൂടെ ഉണ്ടായിരിക്കും, ധൈര്യമായിട്ടിരിക്കുക എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഗോമതി ഇങ്ങനെ സമാധാനിപ്പിക്കുകയാണ് രവീന്ദ്രനെ. ഒരു നിമിഷം രവീന്ദ്രനൊന്നും മിണ്ടാതിരിക്കുകയാണ്. കാരണം രവീന്ദ്രന് മനസ്സിലായി, ഒരാപത്ത് വന്നു കഴിഞ്ഞപ്പോൾ തന്നെ ഇവരെല്ലാം ഓടി വന്നല്ലോ എന്നൊരു ചിന്ത മനസ്സിലേക്കും വരുന്നുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെ എന്ന് നമ്മൾ കണ്ടേ. ഇതിൻ്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രമോയി വരാം കേട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി.